കുതിരക്കച്ചവടത്തിൻ്റെയും കുതികാൽവെട്ടിൻ്റെയും ഒക്കെ ഒടുവിൽ റിസൾട്ട് വന്നപ്പോൾ അടിയോടടി മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളെ കാലിത്തട്ടിയിട്ട് നാട്ടുകാർക്ക് നടക്കാൻ മേലാണ്ടെന്നായി. മുഖ്യമന്ത്രി ചർച്ച പാണക്കാടും കടന്ന് അങ്ങ് ദില്ലിയിലെത്തി. കുറുവീണത് ആർക്ക് എന്നതിപ്പോഴും പ്രതിസന്ധിയിലാണ്. ഭരണവിരുദ്ധ വികാരം നന്നായി പ്രതിഫലിച്ച ഒരു ഇലക്ഷൻ എന്നതിലുപരി BJPയെ തടയുക എന്നതായിരുന്നു കോൺഗ്രസിൻ്റെയും കമ്മ്യൂണിസ്റ്റിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും ആത്യന്തിക ലക്ഷ്യം. അതിനായി തീവ്ര മതവാദികളെയും രാജ്യവിരുദ്ധ ശക്തികളെയും പാമ്പിനെയും പഴുതാരെയും വരെ ഇരു പാർട്ടിക്കാരും കൂട്ടുപിടിച്ചിരുന്നു. മറ്റൊന്ന്, ഈ രണ്ട് പാർട്ടികളിലും നിൽക്കുന്ന കേരളത്തിലെ ഹിന്ദുക്കൾ മൊണ്ണകളല്ല, ഒന്നാം തരം ക്ലാസിക് മൊണ്ണകളാണ് എന്ന് തെളിയിച്ച ഒരു ഇലക്ഷൻ കൂടിയായിരുന്നു ഇത്തവണത്തേത്. ഇതുവരെ കേരളത്തിൽ നടന്ന എല്ലാ ഇലക്ഷനും ഭരണവിരുദ്ധ വികാരത്തിൽ തന്നെയാണ് നടന്നിട്ടുള്ളത്. കാരണം കടം വാങ്ങിയും മുക്കിയും നക്കിയും വികസനം എന്നത് പ്രകടന പത്രികയിൽ മാത്രം ഒതുങ്ങുന്നതുമായപ്പോൾ വലതിറങ്ങിയാൽ ഇടത്, ഇടതിറങ്ങിയാൽ വലത്, ഫലം ഓരോ 5 വർഷത്തിലും ഭരണവിരുദ്ധ വികാരം. ഇക്കുറിയും പതിവ് പോലെ ഇടതുകാലിലെ മന്ത് വലതുകാലിലേക്ക്. തൻ്റേതെന്ന് അവകാശപ്പെടുവാൻ ഒരു പദ്ധതിയുമില്ലാതെ പടിയിറങ്ങിയ പിണറായി വിജയന് 5 വർഷം അധികം ലഭിച്ചത് 2 ദുരന്തങ്ങൾക്ക് കാവലാളായതിൻ്റെ ഉപകാരസ്മരണയിൽ. മുള്ളുമുരുക്ക്, കാക്കപ്പൂച്ച, പാമ്പ്, പഴുതാരകളെ ഒക്കെ കൂട്ടുപിടിച്ച് കേരളത്തിൽ താമര വിരിയിക്കില്ല എന്ന് ശപഥം ചെയ്തവർ പക്ഷേ 3G ആയിപ്പോയി. കേരളത്തിലെ മുഴുവൻ ഹിന്ദുക്കളുടെയും തലച്ചോർ നിയന്ത്രിക്കുന്നത് വെള്ളാപ്പള്ളിയും പെരുന്നയിലെ നായരും ആണെന്ന് വിചാരിച്ച മച്ചാന്മാർക്ക് തെറ്റി. ദേശത്തെക്കുറിച്ചും കുലത്തെക്കുറിച്ചും ചിന്തിക്കുന്ന അനേകം ഹൈന്ദവർ വേറെയുമുണ്ട്. മുഴുവൻ രാഷ്ട്രീയ കക്ഷികളും മാധ്യമ മാപ്രകളും സർക്കാർ സംവിധാനങ്ങളും മതജാതി സംഘടനകളും പന്നിയും പട്ടിയും പാമ്പും പഴുതാരയും ഒരുമിച്ച് നിന്നിട്ടും ന്യൂനപക്ഷ വോട്ടുകൾ ഒന്നടങ്കം ഏകീകരിച്ചിട്ടും BJP 3 മണ്ഡലങ്ങൾ കേരളത്തിൽ നേടിയിട്ടുണ്ടെങ്കിൽ അത് സമാനതകളില്ലാത്ത ഒരു നേട്ടം തന്നെയാണ്. നിയമസഭയിൽ BJPയുടെ 3 സീറ്റ് എന്നത് 30 സീറ്റിൻ്റെ തിളക്കമായിരിക്കും. പ്രതിപക്ഷത്ത് വരാനിരിക്കുന്ന 35 വാഴകളേക്കാൾ തിളങ്ങുന്ന പ്രതിപക്ഷമായി ആ ശബ്ദങ്ങൾ മാറും എന്നുറപ്പാണ്. അപ്പോൾ ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ താമര വിരിഞ്ഞു. അങ്ങനെ കേരളവും ചാണകത്തിൽ ചവിട്ടി. ഇനി ചാണകത്തിൽ വിത്തിട്ട് 100 മേനി വിളയിക്കും. ഇനി അങ്ങോട്ട് പൂക്കാലമാണ്. ഇനി വരാനിരിക്കുന്ന കേരളത്തിൽ BJPയുടെ സുവർണകാലമാണ്. പെട്ടുപോയത് കമ്മ്യൂണിസ്റ്റാണ്. ആകെ കൂടി ഒരു പിടിവള്ളിയായി ഉണ്ടായിരുന്നത് കേരളമാണ്. BJPയെ പൂട്ടാൻ പൂട്ടും കൊണ്ട് ഓടി നടന്നപ്പോൾ സ്വന്തം കിടപ്പാടം നഷ്ടമായത് അറിയാൻ കഴിഞ്ഞില്ല. പുത്തി പറഞ്ഞു കൊടുത്ത് കൂടെ നിന്ന് SDPI നന്നായി തേച്ചു. ഇനിയിപ്പോൾ ഊഞ്ഞാല ഊഞ്ഞാല. തൂത്തു തുടച്ച് ഭാരതത്തിൻ്റെ തെക്കേ മൂലയിൽ കൊണ്ടുവച്ചിരിക്കുമായിരുന്നു. സ്വയം അറേബ്യൻ കടലിലേക്ക് എടുത്തു ചാടി അവർ ആത്മഹത്യ ചെയ്തു. ഇത് ഭഗവാൻ ശാസ്താവിൻ്റെ ഇംഗിതം, ദൈവഹിതം. സ്വാമിയെ ശരണമയ്യപ്പ. അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. ചിന്തകൾ വിശാലമാകട്ടെ, മനസ്സുകളിൽ നന്മയുടെ പുകാലം വിരിയട്ടെ.